നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി കേട്ടോ. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മുടി കൊഴിച്ചിൽ നിന്നു എന്നൊക്കെ കേട്ടതിൽ വളരെ സന്തോഷം കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് നല്ല 100% റിസൾട്ട് കിട്ടും കേട്ടോ. അങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ വിശ്വാസപൂർവ്വം അത് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ. അധികം കോസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ. മുടി കൊഴിച്ചിൽ നിന്നു എന്നൊക്കെ പലരും പറഞ്ഞു. ഇപ്പോൾ ഇന്നത്തേലും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ മുടി തിന്നായിട്ട് അറ്റം തിന്നായിട്ട് വളരണമെന്ന് പറഞ്ഞു. അതങ്ങനെ തിന്നായിട്ട് വളരുന്നതല്ല. കാരണം നമ്മളുടെ മുടി ഈ പല സമയത്തായിട്ട് ഊരിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന മുടി പിന്നെ വീണ്ടും വരുമ്പോൾ അതിൻ്റെ ലെങ്ത് കുറഞ്ഞിരിക്കും. അതേസമയം ഉള്ള മുടിയാണെങ്കിൽ നീളം വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മുടി നമ്മൾ നോക്കുമ്പോൾ ഒപ്പം അല്ലാത്ത അവസ്ഥ വരും. നമുക്ക് ഒപ്പത്തിലല്ല വരുന്നതെന്ന് തോന്നും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ നീട്ടം കൂടിയ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തിന്നായിട്ട് വളരുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമ്മളെ ഈ കൊഴിഞ്ഞു പോയ മുടിയെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നീട്ടം വയ്ക്കാൻ കാലതാമസം എടുക്കും. നമ്മൾ നോക്കുമ്പോൾ തിന്നായിട്ട് വളരുന്നതായിട്ട് തോന്നും. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിന്നായിട്ടല്ല. ഇപ്പോൾ നമ്മുടെ മുടി നോക്കിക്കോളൂ. നമ്മൾ പോയ മുടി എല്ലാം നമ്മൾ ഓരോ മുടിയുടെ ലെങ്ത്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ലെങ്ത്ത് പോയ മുടി വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെയൊക്കെ നല്ല ഉള്ളു തോന്നും. തുമ്പ് വരുമ്പോൾ ഉള്ളില്ലാത്ത പോലെ തോന്നും. അപ്പോൾ അത് ആ വളരുന്ന മുടിയുടെ നീളം അനുസരിച്ചിരിക്കും കേട്ടോ. അല്ലാതെ അത് തിന്നായിട്ടല്ല വളരണം. അപ്പം നമ്മുടെ കൊഴിഞ്ഞു പോകാത്ത മുടി നീണ്ടുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് തോന്നും തിന്നായിട്ടാണ് നീളം തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ വാസ്തവം ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സംശയം മുടിയിൽ തലയിൽ കുരുക്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കുരുക്കൾ വരുന്നുണ്ട്, പിന്നെ ചൊറിച്ചിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹെയർ ഡൈ ചെയ്യുമ്പോൾ ചൊറിച്ചിലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അധിക സമയം അതിന് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് പിടിച്ച് വരണ വരെ നമ്മൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് വാഷ് ചെയ്യുന്നത് അരമണിക്കൂർ 1 മണിക്കൂർ ഒന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ചിലപ്പോൾ അലർജി ചില മൈലാഞ്ചിയിലോ ചില ഇതിൽ ചിലപ്പോൾ അലർജി ഉണ്ടാവാം ചിലവർക്ക്. ചിലപ്പോൾ അതായിരിക്കാം. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചൊറിച്ചിലെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളവർ അധികം നേരം വെയിറ്റ് ചെയ്യണ്ട. ഒന്ന് കളർ കിട്ടുന്ന രീതിയിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അവർ പിന്നെ ചെയ്യുമ്പോൾ അതനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. 10 എന്നുള്ള 15 ആക്കാം. ഇങ്ങനെ കുറേശ്ശെ കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചൊറിച്ചിൽ ചിലപ്പോൾ ഓൾറെഡി തലയിലുള്ള എന്തെങ്കിലും താരൻ്റെയോ എന്തെങ്കിലും സ്കിൻ ഡിസീസിൻ്റെ ഒക്കെ ആയിരിക്കാം ചൊറിച്ചിൽ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് സ്പ്രെഡ് ആവുന്ന പോലെ തോന്നുന്നുണ്ടാവാം. അങ്ങനെയായിരിക്കും കേട്ടോ ചൊറിച്ചിലൊക്കെ. എനിക്ക് തോന്നുന്നു സാധാരണ ഇനി മൈലാഞ്ചി ഇല്ലേ, മൈലാഞ്ചി നെല്ലിക്കപ്പൊടി അങ്ങനെ അലർജി വരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ നമ്മളുടെ സ്കിന്നിലുള്ള ഡിസീസ് കൊണ്ട് ചൊറിച്ചിലുണ്ടാവാം. ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വരുന്ന മാറ്റം അത് ചൊറിച്ചിലായിട്ട് തോന്നുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് നേരം അപ്ലൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അത് പിന്നെ കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി. പിന്നെ തലയിൽ കുരു എന്ന് പറഞ്ഞു. ഈ കുരു ഇപ്പോൾ കൂടും കേട്ടോ. ചൂട് സമയത്ത് തലയിൽ കുരു വരും. അപ്പം നമ്മൾ ചെയ്യാനുള്ളത് ഞാൻ എന്നും പറയുന്ന പോലെ ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. ഫ്രൂട്ട്സ് കാര്യങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. ചൂടുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക. ഈ സമയത്ത് ചിക്കനും കാര്യങ്ങളൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറയ്ക്കുക. തീർത്തും അവോയ്ഡ് ചെയ്യാൻ പറയുന്നില്ല, കുറയ്ക്കുക. എന്നിട്ട് ചെറുപയർ കൂടുതലും പറ്റുമെങ്കിൽ മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. നമുക്ക് ശരീരത്തിന് തണുപ്പുണ്ടാവും. ഇതുപോലെയുള്ള തലയിൽ കുരുക്കളൊക്കെ മാറും കേട്ടോ. നമ്മൾ ഏറ്റവും ഈ ചൂടുകാലത്താണ് കൂടുതൽ നമ്മൾ ഇതുപോലെയുള്ള ആഹാരങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഈ ചെറുപയർ മുളപ്പിച്ച്, അതായത് രാവിലെ വെള്ളത്തിലിട്ട് രാത്രി കുതിർത്തി മാറ്റി കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുള വരും. ആ മുള പൊട്ടുന്ന മുള അത് നല്ല പ്രോട്ടീനാണ്, തലയ്ക്ക് നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അതായത് തേങ്ങ ചിരണ്ടിയിട്ടോ കടുക് വറുത്തിട്ട് എന്തെങ്കിലും മെഴുക്കുവരട്ടിയായിട്ടോ തോരനായിട്ടോ ഈ ചെറുപയർ നമ്മൾ അകത്തേക്ക് കഴിക്കാം കേട്ടോ. വേവിക്കാതെ വേണമെങ്കിൽ കഴിക്കാം. അത് ബുദ്ധിമുട്ടുള്ളവർ അല്പം ഒന്ന് വേവിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാട്ടോ. കൂളിംഗ് ആയിരിക്കും. ശരീരം മൊത്തം നമുക്ക് തണുപ്പായിരിക്കും. കുരുക്കളൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഇനി
ഇത് നമ്മൾ അകത്തേക്കുള്ള സംഭവമാണ്. ഇനി നമുക്ക് കുരു, അതായത് ചൂടുകാലത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ ഹൈബിസ്കസ്. ഹൈബിസ്കസിൻ്റെ ജെല്ല് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചൂടുകാലത്ത് നമുക്ക് ഏറ്റവും ഉത്തമമായത് ഈ തലയിൽ ചൊറിയൊക്കെ വരും, അങ്ങനെയുള്ള കുരുക്കൾ വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ പ്രശ്നത്തിനൊക്കെ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ചെമ്പരത്തിയുടെ പൂവിൻ്റെ താളിയും കേട്ടോ, ചെമ്പരത്തിൻ്റെ പൂവിൻ്റെയും അതുപോലെ ഈ ലീഫ്, ചെമ്പരത്തി ഇല, ഇതിൻ്റെ താളി നമ്മൾ ഉണ്ടാക്കാം. പിച്ചി താളി ഉണ്ടാക്കാം. ഇനി ഇത് വേണമെങ്കിൽ ജാറിലിട്ട് അരയ്ക്കാം. സമയമില്ലാത്തവർക്ക് വേണമെങ്കിൽ ജാറിലിട്ട് അരച്ച് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ വെള്ളത്തിൽ അല്പം വെള്ളം ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ. കഴുകിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഇതിങ്ങനെ പിച്ചി ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ കൊഴുപ്പ് മുഴുവൻ ഈ വെള്ളത്തിൽ വരണം. അങ്ങനെയാണ് താളി ഉണ്ടാക്കുന്നത് കേട്ടോ. താളി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്നിട്ട് ഇതൊരു കോട്ടൻ്റെ തുണിയിൽ അരിച്ചെടുത്തിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ താളി തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഇതിൻ്റെ സെറം, ഈ താളിയുടെ സെറം ഉണ്ടല്ലോ, താളി എടുത്തിട്ട് അല്പം കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ബാക്കി താളി കൂടി ചേർത്തിട്ട് തല കഴുകി കഴിഞ്ഞാൽ നമുക്ക് വളരെ ആശ്വാസം കിട്ടും കേട്ടോ. തലയുടെ ചൂടിനും അതുപോലെ കുരുക്കൾക്കും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്തോളൂ. അങ്ങനെ ചെയ്യുമ്പോൾ തല തണുക്കും. അങ്ങനെ കുരുക്കളൊന്നും ഉണ്ടാവില്ല, നമുക്ക് തലയിൽ കുരുക്കളൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ പീച്ചി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ. ഇത് തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ചിട്ട് കുളിച്ചോളൂ കേട്ടോ. മുടി നീട്ടം വയ്ക്കും കേട്ടോ, നല്ലോണം നീട്ടം വയ്ക്കും. ഈ ചെമ്പരത്തി താളിയുടെ ഇത് തേച്ച് കഴിഞ്ഞാൽ, ചെമ്പരത്തി താളി തേച്ച് കഴിഞ്ഞാൽ മുടി ധാരാളം വളരും കേട്ടോ. തണുപ്പും ഉണ്ടാവും, തലയ്ക്ക് നല്ല ഇതായിരിക്കും. രാത്രി ഉറക്കമില്ലാത്തവർക്കൊക്കെ നല്ലോണം ഉറക്കം വരും ഈ താളി തേച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൂവ് എടുക്കാം കേട്ടോ. നമുക്ക് പൂവും അതുപോലെ ഇലയൊക്കെ എടുത്ത് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ പീച്ച് കൊണ്ടിരിക്കാം. ചിലവർ വേണമെങ്കിൽ ഇത് കല്ലുമിട്ട് ഉരയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ രാത്രി കാണിക്കുന്നതുകൊണ്ട് ഞാൻ കല്ലിൻ്റെ അവിടെ പോയിട്ട് ഉരയ്ക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അലക്കുന്ന കല്ലോ എന്തെങ്കിലും കരിങ്കല്ലോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇലയും പൂവും കൂടി ആ കല്ലുമ്മ ഉരച്ചിട്ട് പിന്നെ നമുക്ക് ഈ വെള്ളത്തിൽ കലക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ലോണം താളി കിട്ടും കേട്ടോ. നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള താളിയായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം തേച്ചോളൂ. ആ കുരുക്കളൊക്കെ മാറും കേട്ടോ. അപ്പോൾ തലയിൽ കുരു ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ കുരുക്കൾക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. കുരുക്കളില്ലാതെയാവും. തലയ്ക്ക് നല്ല കൂളിംഗ് ആയിരിക്കും, തല തണുപ്പായിരിക്കും, നല്ലോണം ഉറക്കം കിട്ടും കേട്ടോ. മുടിക്ക് നല്ലതാണ്, വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ തണുത്ത എന്തെങ്കിലും ഒരു എണ്ണയോ എന്തുണ്ടെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞോളൂ. നിങ്ങൾക്ക് ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ, ഒന്ന് തൊട്ട് പിടിച്ചാൽ മതി. നെല്ലിപ്പരിങ്ങാടിയൊക്കെ നല്ല തണുത്ത തലയൊക്കെ തണുക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. എണ്ണയും വെളിച്ചെണ്ണയും കിട്ടും നെല്ലിപ്പരിങ്ങാടിയുടെ. ഏതാണോ ഇഷ്ടം നിങ്ങൾക്ക് അത് തേക്കാം കേട്ടോ. എന്നിട്ട് ഈ ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് അരിച്ചിട്ട് കണ്ടാക്കുക. കൊഴുകൊഴാന്ന് പറഞ്ഞാലോ, കൊഴുകൊഴാന്ന് വരും ഉണ്ടോ. നമുക്ക് സമയമില്ലാത്തവർ വേണമെങ്കിൽ ഇതൊന്ന് മിക്സിയിൽ കറക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ ഈ കല്ലുമ്മ ഉരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കുരു ഒന്ന് പറഞ്ഞല്ലോ, അതിനൊരു സൊല്യൂഷനാണ് കേട്ടോ അത്. തലയിലെ കുരുക്കളൊക്കെ മാറാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റാണ്. രാവിലെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തലേ ദിവസം വൈകുന്നേരം ഇതുപോലെ ഇലയും പൂവൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ താളി ഉണ്ടാക്കാം. താളി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നമുക്ക് തലയിൽ തേക്കാം. ഇതിനൊക്കെ പൂവും നമുക്ക് ഉപയോഗിക്കാം. ആ കുരുക്കളുള്ള ഭാഗത്തൊക്കെ ഒരുപാട് നേരം ഇത് തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പറ്റുമെങ്കിൽ ഇതിൻ്റെ ഇതുപോലെയുള്ള വെള്ളം എടുത്തിട്ട് തലോട്ടിൽ തേച്ച് പിടിപ്പിക്കാം കുളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് കേട്ടോ. നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പണ്ടത്തെ പാരമ്പര്യ ആൾക്കാരെല്ലാവരും നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ കൂടുതലായിട്ടും തേച്ചിരുന്ന ഇതാണ് താളി കേട്ടോ. ചെമ്പരത്തി താളിയാണ് ഉപയോഗിച്ചിരുന്നത്.
അന്നൊന്നും ഷാമ്പു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവര് ഇതാണ് ഉപയോഗിച്ചിരുന്നത്. എൻ്റെ അമ്മുമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തേക്കാറുള്ളത് എനിക്കറിയാം കേട്ടോ. അതുപോലെ അമ്മയാണെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ താളി എടുത്തിട്ട് തേക്കും. എന്നെയും തേപ്പിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഇതുപോലെ താളി എടുക്കും. താളി എടുത്തിട്ട് തലയൊക്കെ ഇതുപോലെ തേച്ച് തരും. ഓരോ കഥകളൊക്കെ പറഞ്ഞു തരും. മുടി നോക്കിയില്ലെങ്കിൽ മുടിയിൽ പേൻ വന്നതും, പേൻ ചെവിയിൽ പോകുന്നതും, ചെവിയിൽ പോയി പ്രാന്ത് വരും, അങ്ങനെയൊക്കെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മ തലയൊക്കെ നോക്കി തരുമായിരുന്നു കേട്ടോ. ഇപ്പൊ ആർക്കും ഒരു നേരമില്ല അല്ലേ, കഥ പറയാനോ കഥ കേൾക്കാനോ ഒന്നും നേരമില്ല കുട്ടികൾക്ക്. അപ്പൊ ഇതാണ് കേട്ടോ ഇങ്ങനെ. ഇപ്പൊ പണ്ടത്തെ പോലെ കുട്ടികൾക്ക് ഇപ്പൊ മുടി അങ്ങനെ വേണം അല്ലേ, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എന്നോട് കൂടുതലും സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ആൺകുട്ടികളാണ്. മുടി വേണമെന്ന് താല്പര്യം കാണിക്കുന്നതും ആൺകുട്ടികളാണ്. ഇതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ എന്താ താളി. പൂവുണ്ട്, ഇലയുണ്ട്. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നാളെ നമുക്കിത് അരിച്ചെടുക്കാം. ഇതിങ്ങനെ തന്നെ വെക്കട്ടെ. ഓവർനൈറ്റ് വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഇതെല്ലാത്തും ഈ വെള്ളത്തിൽ മുഴുവൻ ഈ താളി പിടിച്ചിരിക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് അന്നൊന്ന് എടുക്കാം. സമയമില്ലാത്തവർക്ക് വേണമെങ്കിൽ തലേ ദിവസം ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുതിർത്തി ഒന്നും കൂടി കുതിർന്നിരിക്കും. അപ്പൊ ഈ ഇലയും പൂവൊക്കെ കേട്ടോ. അന്ന് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല കൊഴുപ്പുണ്ടാവും. നിങ്ങൾക്ക് അപ്പൊ തന്നെ വേണമെങ്കിൽ അപ്പൊ തന്നെ എടുക്കാം കേട്ടോ. അതിന് വിരോധമൊന്നുമില്ല കേട്ടോ. സമയം രാവിലെ ഇതിന് മെനക്കെട്ടെടുക്കണ്ടേന്നൊക്കെ ചിലർക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടി ചെയ്താൽ മതി. അപ്പോൾ തലയിൽ കുരു ഉണ്ടെന്ന് പറയുന്നവരൊക്കെ ഇത് ശ്രദ്ധിക്കുക. അവർക്കൊക്കെ നല്ലൊരു മാറ്റമാണ് കേട്ടോ. ചൊറിച്ചിലിനും ബെസ്റ്റാണ്. തലയുടെ ചൊറിച്ചിലിനും കുരുവിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ചൂടുകാലത്ത് ഏറ്റവും നല്ലതാണ് കേട്ടോ ചെമ്പരത്തിയുടെ താളി, പൂവും ഇലയുള്ള താളി കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും തേക്കാം, ഏറ്റവും ബെസ്റ്റാണ് ചെമ്പരത്തി. അപ്പോൾ കുരുവിനും ചൊറിച്ചിലിനും ഒക്കെ ബെസ്റ്റാണ് ഇത് ഉപയോഗിക്കാം. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും. ഇത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പായിരിക്കും തലയ്ക്ക്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് മാറ്റം പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. എല്ലാവരും വെള്ളം കുടിക്കുക, ചൂട് കൂടുതലാണ്. അതുപോലെ യൂറിൻ പാസ് ചെയ്യുക, എല്ലാം വളരെയധികം കെയർ ചെയ്യണം കേട്ടോ. നമുക്ക് മറ്റുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കണം ഈ ചൂട് കാലത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. വെജിറ്റബിൾസ് കഴിക്കുക, കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുക, ചൂടിനെ മാറ്റുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളൊരു വീഡിയോയുമായിട്ട്